ല്ലോ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ആ വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് നല്ല അന്തരീക്ഷത്തിലല്ല. നമ്മള് നല്ല അന്തരീക്ഷത്തിലാണെങ്കിൽ എന്തേലുമൊക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യും. അന്തരീക്ഷമൊക്കെ നല്ല അന്തരീക്ഷമാണെങ്കിൽ ചിലരൊക്കെ വലിയ കുഴപ്പമില്ല. എന്നാൽ ഈ നല്ല അന്തരീക്ഷത്തിലല്ല ഈ വെളിപ്പാട് കാണുന്നത്. ദൈവത്തിന് മഹത്വം. 1-ാം അധ്യായം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തിയെന്ന 1:9 വായിച്ചോ? അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു വിട്ടോ. ഇതെല്ലാം നമുക്ക് അറിവുള്ളതാ. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം അപ്പൊ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ 2 കാര്യത്താൽ നാട് കടത്തപ്പെട്ടു. 1 ദൈവവചനം, 2 യേശുവിന്റെ സാക്ഷ്യം നിമിത്തം. ഈ 2 കാര്യത്തിലാണ് നാട് കടത്തപ്പെട്ടത്. വേദ പഠിതാക്കളൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടു, കുഴപ്പമൊന്നും വന്നില്ല. ഞാനെപ്പോഴും ആ ഭാഗം പറയുമ്പം ഇങ്ങനെ പറയാറുണ്ട്, യോഹന്നാനൊക്കെ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിച്ച ഇച്ചിരി കാച്ചെണ്ണയ്ക്കകത്ത് കുളിച്ചാൽ കൊള്ളാമെന്ന്. പ്രായമാകുമ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ ഇവിടുത്തെ പ്രായമുള്ളവരുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നാട്ടിലൊക്കെ അങ്ങനെ ഇച്ചിരി കാച്ചെണ്ണയോ കുഴമ്പോ പിന്നെ തൈലമോ ബലാ കുളിച്ചാതി വെളിച്ചെണ്ണയോ, ഇവിടെ എന്നാന്ന് എനിക്ക് ഇവിടെ ക്രീമൊക്കെ ആയിരിക്കും, എന്തേലും ആട്ടെ. അപ്പം നാട്ടിലെ രീതി വെച്ച് പറയുക, പ്രായമുള്ളവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ പ്രായമുള്ളവർക്ക് വേറെ ആഗ്രഹങ്ങൾ ഉള്ളവരുമുണ്ട്. ഒരിക്കലൊരു വല്യപ്പം പറയുന്നത് ഞാൻ അടുത്തിരുന്ന് കേട്ടവരും മക്കളോട് പറഞ്ഞത്, എനിക്കും വീഗാലാൻഡ് വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന്. ആ ടണലിനകത്തൂടെ കയറി കാച്ചട്ട ഇട്ടോണ്ടേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നാട്ടിലെ കാര്യമാണ് പറഞ്ഞത്. അതിനകത്തോടെ ഒന്ന് കയറി ഇറങ്ങുന്നത്. അങ്ങനെ ആഗ്രഹമുള്ളവരും ഉണ്ട്. ഈ മരിക്കുന്നതിന് മുന്നേ നല്ല ആഗ്രഹങ്ങളുള്ളവരുണ്ട്. ഈ നെല്ലിക്കാമണ്ണിലെ കണ്ടംപേരൂരെ പുന്നക്കാട്ടെ അപ്പച്ചനെ ഞാൻ കഴിഞ്ഞ ദിവസം ഓഡിയോ പ്രസംഗിച്ചോ പറഞ്ഞു, മരിക്കുന്നതിന് മുന്നേ പുള്ളിക്ക് ഒരു ആഗ്രഹം, പിള്ളേരെ വിളിച്ചേച്ച് പറഞ്ഞു, എടാ എനിക്ക് ഒറ്റ ആഗ്രഹം, ഞാൻ ഇനി അധികം നാൾ കാണുകയല്ല, ഒരു ആഗ്രഹം. എന്തോ ആഗ്രഹം? പിള്ളേർ ചോദിച്ചപ്പോൾ പറഞ്ഞു, മുറ്റത്ത് പന്തലിട്ടൊരു 4-5 ദിവസം കൺവെൻഷൻ നടത്തണം. നല്ല ആഗ്രഹമാണ്. ഞാനത് കഴിഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞു. പിള്ളേർ ആദ്യം തമാശ എന്നാ ഓർത്ത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞ വാക്ക് അവർ അംഗീകരിച്ച് മുറ്റത്ത് പന്തലിട്ട് ഏതാണ്ട് 4-5 ദിവസം കൺവെൻഷൻ നടത്തി. അതിൻ്റെ പിറ്റേന്ന് അപ്പച്ചൻ മരിച്ചു. ആ പന്തൽ പൊളിച്ചില്ല, പന്തൽ വെച്ചാ ഫ്യൂണറൽ സർവീസ് എല്ലാം നടന്നത്. നല്ല ആഗ്രഹമല്ലേ? ആരോട് പറയാൻ? അതൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്, നല്ല ആഗ്രഹമാണ്. അത് ദൈവം സാധിപ്പിച്ചും കൊടുത്തു. ഇസഹാക്കിൻ്റെ ആഗ്രഹം ചാകുന്നതിന് മുന്നേ ഒന്ന് തിന്നേച്ച്, അങ്ങനെ ആഗ്രഹമുള്ളവരുമുണ്ട്. നിൻ്റെ ആയുധമാകുന്ന വില്ലും പൂണിയും എടുത്ത് വനത്തിൽ പോയി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭക്ഷണം ഉണ്ടാക്കി അത് തന്ന് ഞാൻ തിന്ന് നിന്നി ഒന്ന്. പക്ഷേ തിന്നിട്ടൊന്നും പുള്ളി ഉടനെ ചത്തൊന്നുമില്ല. ഓ ചുമ്മാ പറഞ്ഞതാ ചാകുമെന്ന്. പിന്നെയും പുള്ളി തിന്നാൻ തന്നെ ഇരിക്കുകയായിരുന്നു. നിങ്ങളെ പുസ്തകം താഴോട്ട് പഠിച്ചു. പറഞ്ഞതങ്ങനെ, എനിക്ക് തിന്നേച്ചൊന്ന്. പിന്നെ നല്ല ആഗ്രഹങ്ങൾ ചിലർക്കുണ്ട്. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകൻ ശലോമോനെ വിളിച്ചു പറഞ്ഞു, മോനെ പിതാക്കന്മാർ പോയ വഴി കൂടെ ഞാൻ പോകാൻ പോവുക, നിനക്കറിയാത്ത 1-2 കാര്യം പറയാം. ആ വാക്യം ഒന്ന് വായിച്ചു വെച്ചാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. അവിടെ ഇല്ലയോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. ആ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. ആ ഇങ്ങനെ വായിക്കുന്ന ആൾ ഇവിടെ ഇരിക്കുകയാണോ? വഴിയായി പോകുന്നു. ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായിട്ട്. ഇങ്ങോട്ട് നോക്കിയേ. മരിക്കുന്നതിന് മുന്നേ മകനെ വിളിച്ചേച്ച് പറയാ ഞാൻ പോകാൻ പോവാന്ന്. ഞാനോ നിങ്ങളാണ് പറയും, എടാ പോകുന്നെന്നാ തോന്നുന്നു, പക്ഷെ നീ പ്രാർത്ഥിക്കണം പോകാതിരിക്കാൻ. എനിക്ക് തോന്നുന്ന ഞാൻ മിക്കവാറും പോകുന്നെന്നാ, പക്ഷേ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു കാരണവശാലും ഞാനിവിടുന്ന്. ഞാനും നിങ്ങളൊക്കെ പാട്ട് പാടും. ഇപ്പോഴത്തെ പുതിയ പാട്ടല്ലോ, പോകണം ഒരു നാൾ. ചുമ്മാ പാടുന്നതാ. ഓ വെറുതെ പാടുന്നതാ തോമാച്ച. ആർക്കാ ഇവിടുന്ന് പോകാൻ താല്പര്യം? ഒരു ചെറിയ ബുദ്ധിമുട്ട് വരട്ടെ, അന്നേരം പറയാം ഇവിടുത്തെ 101
എത്ര ആംബുലൻസ് ഏതാ? 911. നാട്ടിലെയാ 101. നമ്മൾ പാടിയതാ പോകണം, ചുമ്മാ ആർക്കും താല്പര്യമൊന്നുമില്ല. ഇന്നാൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിവുള്ളതാ, അപ്പച്ചൻ കൊച്ചുമോൻ എഴുതി വെച്ച എൻ്റെ കാലശേഷം നിനക്കെന്നാ എഴുതണ്ടേ? അപ്പച്ചൻ എഴുതി നിന്റെ കാലശേഷം ഇത് പോകാനൊന്നും താല്പര്യമില്ല. ഇവിടെ ദാവീദ് പറയുകയാ, സകല ഭൂവാസികളും പോയ വഴി കൂടെ ഞാൻ ഒന്നുകൂടെ വായിച്ചു വച്ചാ. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ഈ മരണകാലത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ഒരു ദിവസം ഞാനും നീയും മരിക്കും. മരണത്തിന്റെ തണുത്ത കരം എന്നെയും നിങ്ങളെയും ഒന്ന് തപ്പും. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാ, ആമേൻ, മരണത്തിന് മുമ്പേ ചെയ്യേണ്ട, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, മരണത്തിന് മുമ്പേ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറേയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന് കേൾക്കുന്ന കിടത്തിരുന്ന്, ഞാൻ സാധാരണ ഉപദേശമാര് പറയുന്ന രീതി പറയാറില്ല. കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, അവൻ 2 കയ്യും പൊക്കണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഉൾപ്പൂവുകളെ നിലവുകളെ ആരാകുന്ന ദൈവമുണ്ട്. ഇരിക്കുന്ന ഇടത്തിരുന്ന് കൈ പൊക്കിയില്ലെങ്കിലും പറ, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എന്റെ യേശുവേ ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിലേക്ക് വരണം. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവിടുന്ന് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളും പോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പാപത്തെ മോചിച്ച് എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. എന്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം. ഈ രാത്രി ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷകനാ, അവിടുന്ന് രക്ഷകനാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. യേശു നിന്നെ കൈവിടുകയല്ല, യേശു നിന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് പറഞ്ഞറിയല്ലോ, അവൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സമയവും സന്ദർഭവും നോക്കുമ്പം മിക്കവരും നമ്മളെ സന്ദർഭം വരുമ്പം നന്നായിട്ട് പറഞ്ഞു ഉപേക്ഷിക്കുമോ. നമ്മൾ ആരോടും പിണങ്ങരുത്, കാരണം മനുഷ്യപ്രകൃതി അങ്ങനെ. സ്നേഹിതന്മാരില്ല അയ്യോബിനെ ദ്വേഷിച്ചു. പ്രാർത്ഥിക്കാൻ വന്നവർ അവസാനം പാര വെച്ചേച്ചാ. അതെ, പാരയാ. പ്രാർത്ഥിക്കാനും പറഞ്ഞാൽ 3 പേരൂടെ അവർ പറഞ്ഞു, നമുക്ക് നമ്മുടെ സഹോദരനടുക്ക ഒന്ന് പോകാം, ചില പോരാട്ടത്തിൽ കൂടെ പോവുക. അത്തറ്റം പോവുകയും പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാനും പറഞ്ഞാൽ വന്നേ. പക്ഷേ വന്ന് വെച്ച് പാര വെച്ചേച്ചാ. ഒരുത്തം വന്ന് ചോദിച്ചു, നേരുള്ളവർ മുടിഞ്ഞു പോയത് എങ്ങനെയാണെന്ന്. എന്ന് പറഞ്ഞാൽ നിനക്ക് നേരില്ലാത്ത കൊണ്ടാ ഇതല്ല, അതാ. അവനെ ഒരുത്തം വന്ന് ചോദിച്ചു, നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ കൊച്ചുങ്ങളുടെ പുറത്തോട്ട് പെര വീഴുമായിരുന്നു. പാരയാ. അപ്പം വേറൊരുത്തം വന്ന് ചോദിച്ചു, എന്നെയാ കണ്ടമാനം ചൊറിഞ്ഞിരിക്കുന്നേ, വയ്യല്ലയോ? ഏതാണ്ട് മഹാപാപം ചെയ്തിട്ടുണ്ടല്ലേ ഇത്രയും കണ്ടമാനം. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് മനസ്സിലാകണം, അതിനാ. മനസ്സിലായാൽ മതി. ദൈവത്തിന് മഹത്വം. കണ്ടമാനം ചൊറിയുന്നുണ്ടല്ലോ. ഉടനെ ഒരുത്തം വന്ന് ചോദിച്ചു, അമ്മാമ്മയ്ക്കും വലിയ താല്പര്യമില്ലല്ലയോ? അതിനാ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് ഇയാളങ്ങ് ചത്താ മതിയായിരുന്നു, എനിക്കെങ്കിലും. വൈഫിനും വലിയ താല്പര്യമില്ലല്ലയോ? എങ്ങനെയുണ്ട്? സ്തോത്രം. വഴി നടന്നു പോയവരും പുള്ളിയെ പരിഹസിച്ചു, തെറ്റി ഒഴിഞ്ഞു പോയവരുണ്ട്, അവനും പരിഹസിച്ചു. സ്തോത്രം. ശരീരമെല്ലാം അസ്വസ്ഥതപ്പെട്ടു. ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴും എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യം. എൻ്റെ ശ്വാസം ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പുറന്നവൾക്ക് അറപ്പായി. അതിനെപ്പറ്റി ഇത് പഠിച്ച ആൾക്കാർ പറയുന്നത്, ഈ പുറമെയുള്ള പരുക്കളും വ്രണങ്ങൾക്കുപരി ഉള്ളിൻ്റെ ഉള്ളി പരുക്കളും വടുക്കളും ഉണ്ടായി അത് അകത്ത് പൊട്ടി ചീഞ്ഞ് നാറിയിട്ട് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതാ വായിക്കുന്നത്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക്
അസഖ്യമായി, എല്ലാം പ്രതികൂലമാണ്. മനുഷ്യപ്രകൃതി ഇങ്ങനെ, എല്ലാവരും നമ്മളെ കൈവിടും. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് പറഞ്ഞത് എപ്പോഴും ഓർത്തോണം, ഞാനോ ലോകാവസാനത്തോളം. ഇങ്ങനെ നമ്മളെ ദ്വേഷിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ എതിർക്കുമൊന്നും ചെയ്യരുത്, മറുപടി ഒന്നും പറയരുത്. അവരോട് വൈരാഗ്യം ഒന്നും കാണിക്കരുത്, വൈരാഗ്യം ഒന്നും കാണിക്കരുത്. എൻ്റെ ഭാഷയല്ല, എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നശിക്കാനുമല്ല പ്രാർത്ഥിക്കണ്ടേ, ദൈവം അവരെ നശിപ്പിക്കാതെ നിലനിർത്തണം. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നിന്റെ കർത്താവ് നിന്നെ കൈവിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ കാണും. ആ പഴയ പാട്ട്, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരല്ലേ, എല്ലാവരും പഴയ പാട്ട് അറിയാമല്ലോ, ചേർന്ന് പാടിക്ക്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായി അവൻ ചൊല്ലിട്ടുണ്ട്. അവൻ ഒരു നാളും എന്നെ ഉപേക്ഷിക്ക, ചേർന്ന് പാട്. അവൻ ചൊല്ലിട്ടുണ്ട്, എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്ന ലൂയനോടുകൂടെ ഉണ്ട്. എന്നെ വിളി ഓർവി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. ഇവിടെ എല്ലാവരും ഉപേക്ഷിച്ചാലും ത്യജിച്ചാലും വെറുത്താലും ഒറ്റപ്പെടുത്തിയാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ കൊണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. അവിടെ നിന്ന് ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരും. ആസാബിനോട് പറഞ്ഞു, ആസാബ് ഇതെല്ലാം കണ്ട് ആകെ നിരാശപ്പെട്ട് കേട്ടോ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നുക മാത്രമല്ല, അവർക്ക് വേദന ഒട്ടും. പുള്ളിക്ക് എന്നും വേദനയാണ്. പുള്ളി പാട്ട് പാടുന്ന ആളാ, വർഷിപ്പ് ലീഡറാ. എൻ്റെ ഭാഷയിൽ പറയാ, ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് അങ്ങ് വേദനയാണ്. ഇത് ചുമ്മാ കൈയടിക്കാത്തവനും തോത്രം പറയാത്തവനും കുത്തിരിക്കുക, അവനൊരു വേദന ഇല്ല. പുള്ളി പാടുന്നതിനനുസരിച്ച് വേദനയാണ്. തന്നെയല്ല, അവരുടെ കണ്ണെല്ലാം പുഷ്ടി കൊണ്ട് പുള്ളിയുടെ കണ്ണേന്ന് മൂക്കലോട്ട് വരണേ ഓട്ടോ പിടിക്കണം, അതുപോലെ കുഴിഞ്ഞകത്തോട്ടെ. അവർ മറ്റു മർത്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ഇങ്ങനെല്ലാം പുള്ളി അങ്ങ് കണ്ട ആകെ അങ്ങ് നിരാശയും ഭാരവുമായി. പക്ഷേ ഒടുവിൽ പുള്ളി ദൈവാലയത്തിൽ ചെന്നിട്ട് ചോദിച്ചു, കർത്താവേ അവരുടെ അന്തം. എൻ്റെ ഭാഷ പറഞ്ഞ കർത്താവ് ആസാബിനോട് പറഞ്ഞിട വിഡി, നിശ്ചയമായിട്ട് ഞാൻ അവരെ വേറൊരു ഭാഗത്തുണ്ട്, പിന്നെ അതിലേ പോയപ്പോൾ കണ്ടില്ലെന്നാ. ദുഷ്ടന്മാർ സ്വദേശി വൃക്ഷം പോലൊക്കെ നിൽക്കുക, പക്ഷെ പിന്നെ അതിലേ പുള്ളി പിന്നൊന്ന് പോകണം. അതിലേ നമ്മൾ ഒരു വഴി പോയി അങ്ങ് പോവുക. നാട്ടിലൊരു ഭാഷയുണ്ട്, ഒരു പോക്ക്. എൻ്റെ ഭാഷ ഒരു പോക്ക് പോകരുത്, തിരിച്ചതിലേ ഒന്ന് വരണം. തിരിച്ചു വന്നപ്പം പൊടി പോലും ഇല്ല. ആസാബിനോട് പറഞ്ഞു, നിശ്ചയമായിട്ട് ഞാൻ അവരെ. അന്നേരം പുള്ളി ബലപ്പെട്ടേച്ച് പറഞ്ഞു, അയ്യോ എങ്കിലും എൻ്റെ വലം കൈക്ക് നീയെ പിടിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നിന്റെ ആലോചനയാൽ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ ബലപ്പെട്ടോണം. ദൈവാലോചനയാൽ നിന്നെ നടത്തും. അവിടെ നിന്ന് നിന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുക. ഉപേക്ഷിച്ച് കളയത്തില്ല, തള്ളിക്കളയത്തില്ല. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരുപേക്ഷിച്ചാലും, ആര് ത്യജിച്ചാലും, ആര് വെറുത്താലും ദൈവം നിന്നെ തള്ളിക്കളയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാ നാളും നമ്മുടെ കൂടെയുള്ള കർത്താവ്. അപ്പൊ ഒരു കാര്യം പറയാം, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഞാനും നിങ്ങളും മരിക്കും. ഇപ്പൊ അനുകൂലമായി നിൽക്കുന്നവരെല്ലാം വിരോധമായൊന്നും വരാം. മരിക്കുമെന്നുള്ള ഉറപ്പാണ്. ഞാനും നിങ്ങളും അല്ല. വേറൊരു കാര്യം, ഞാൻ മരണ വീടുകളിലൊക്കെ എൻ്റെ ഒരു രീതി പറയാം. ഒരു മരണ വീടുണ്ടെങ്കിൽ ഞാൻ കഴിവിൻ്റെ പരമാവധി അവിടെ പോകും. മരണ വീട്ടിൽ എന്നെ വിളിക്കണ്ട. അറിവുള്ള ദൈവമക്കൾ, വിശേഷിച്ച് ദൈവമക്കളാണെങ്കിൽ ഞാൻ പോകും. ദൈവമക്കൾ അല്ലാത്തടത്ത് ഞാൻ പോകും. യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ അനുഭവമുണ്ട്. ഈ സഹോദരന്മാർക്കത് യാത്ര പോകുമ്പം ഒരു ദുഃഖഭവനമാണ്, ഞാൻ പറയും വണ്ടി നിർത്തുന്നു, കയറി വെച്ച് വരാം. ഹിന്ദുക്കളോ ആരും ആയിക്കോട്ടെ, അതിനെന്നെ മരണം നടന്ന വീടല്ലേ, ഞാൻ പോകും. ചിലർ അങ്ങ് ക്ഷണിക്കണം. എന്നാലും എന്നോട് എന്നാ, നിന്റെ മരണം ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ?
ഏപ്രിൽ 10-നാ പോകുന്ന വരണേ, അല്ല പോകാൻ താല്പര്യമില്ലല്ലോ. അതൊന്നും നല്ല സ്വഭാവമല്ല. അപ്പോൾ ഞാൻ ചെല്ലും. ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു ദുഃഖഭവനത്തിലോട്ട് പോവുക. രാത്രി ഡെഡ് ബോഡി അവിടെ ഉണ്ട്. അപ്പം പോയി കുറച്ച് നേരം ഇരുന്ന് പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങോട്ട് പോയപ്പം ആ റോഡ് സൈഡിൽ വേറൊരു മരണ വീട്. ഞാൻ പറഞ്ഞു വണ്ടി നിർത്തുക, നമുക്കൊന്ന് കയറാം. ആരാ എന്നോട് ചോദിച്ചു, ആരാച്ച? എനിക്കും അറിയാൻ പറ്റില്ല, ഇന്ന് കയറാം. ഒരു ദുഃഖഭവനമല്ലേ. എനിക്ക് വന്ന് രാത്രി 12:30 വേറൊരു കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിയാണ്. വണ്ടി അവിടെ നിർത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയ്യോ അവർ വലിയ കാര്യം, അവർ കനാനയക്കാരാണ്. ചിലർക്ക് എന്നെ മനസ്സിലായി. പെട്ടെന്ന് ക്ഷണിച്ചകത്ത് കൊണ്ടുപോയി അല്പസമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചു. 2 കാര്യം പറഞ്ഞു. അവർക്ക് വലിയ ആശ്വാസമായി. സ്തോത്രം, വലിയ ആശ്വാസം. അതിൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, അയ്യോ പാസ്റ്ററെ വന്നത് വളരെ. അപ്പോൾ എന്നോട് കൂടെയുള്ളവർ ചോദിച്ചു, അച്ഛാന് പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അല്ലയോ പരിചയപ്പെടുന്നേ. അതിന് സഭ നോക്കരുത്, സഭ നോക്കരുത്. IPC ആണോ, ചർച്ച കോഡാന്നോ, അസംബ്ലീസ് കോഡാന്നോ, ഷാരോനാന്നോ, മാർത്തോമയാന്നോ, യാക്കോബയാന്നോ, ഹിന്ദുക്കൾ ഒന്നും നോക്കരുത്. ഒരു ദുഃഖഭവനത്തിൽ പോകണം. അല്ല, പുസ്തകത്തിലെ പ്രമാണവും അതാ. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വാക്യമെല്ലാം അറിയാം, എന്നാൽ പിന്നെ കുഴപ്പമില്ല. ഞാനോർത്ത് അറിയാൻ മേലെങ്കിൽ അതൊന്ന് പറയാമെന്ന് ഓർത്തായിരുന്നു. കടന്നു പോകണം. ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കണം. ഞാൻ പോകും. അപ്പം അതിന് പല കാര്യമുണ്ട്. ഒരു കാര്യം പറയാം, മരിക്കണം. ഞാനെപ്പോഴും പറയും, മരിച്ചില്ലേ പ്രശ്നമാണ്. ഈ ഇരിക്കുന്നവരെല്ലാം കൂടെ മരിച്ചില്ലെങ്കിലോ? നിങ്ങളുടെ പിള്ളേർ തന്നെ പ്രശ്നം ഉണ്ടാക്കും. പരിവക്കാടായിട്ട് പോകുന്നില്ല. ഞങ്ങൾ ഉപദേശമാർ ചെല്ലുമ്പോൾ പിള്ളേർ നിങ്ങളെയൊക്കെ പറയത്തില്ലെങ്കിലും പറയും, പാസ്റ്ററെ ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നോടൊരിക്കൽ ഒരാൾ, സ്ഥലമൊന്നും പറയത്തില്ല, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം, അധികം കഷ്ടപ്പെടാതെ. അപ്പം ഞാൻ അവിടെ വാതൊക്കെ ചെന്നപ്പോഴാണ് സംസാരിച്ച കൂട്ടത്തിലാണ് പറഞ്ഞ്, അപ്പച്ചന് അധികം കഷ്ടപ്പെടാതെ പോകാൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഓർത്ത് വളരെ ക്ഷീണിതനായിട്ട് കിടക്കും. ഞാൻ പറഞ്ഞു, എന്ത് ഈ അപ്പച്ചനും ഒന്ന് കാണട്ടെ. ഇല്ല, അപ്പച്ചൻ കടയിൽ പോയിരിക്കുക, ഇപ്പം വരുമെന്ന്. അപ്പം അല്പം നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ല. അല്പം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ കൈനറ്റിക്കേ വരുന്നു, സാധനവും മേടിച്ചുകൊണ്ട്. അപ്പച്ചനെ പറ്റിയാ? അല്ല, മനുഷ്യൻ്റെ എല്ലാം പ്രകൃതി അങ്ങനെ. ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല. ആ വിഷയത്തിന് പ്രാർത്ഥിച്ചില്ല. ദൈവത്തിന് മഹത്വം. അല്ല, എല്ലാവരുടെയും ആഗ്രഹം അതാ. നിങ്ങളിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കും, ദൈവമേ ആരെയും കഷ്ടപ്പെടുത്താതെ. മിക്കവാറും. അപ്പോൾ ഒരു കാര്യം പറയാം, മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മരിച്ചില്ലേ പ്രശ്നമാ. ഈ ഇരിക്കുന്നവരെല്ലാം മരിച്ചില്ലെങ്കിലോ? പണ്ട് ഞാൻ നാട്ടിൽ പറയും, സ്കൂളിൽ പഠിച്ച ഒരു കവിതയുണ്ട്, നിങ്ങൾ ചിലർ പഠിച്ചു കാണും. കാലനില്ലാത്ത കാലം വരുന്നില്ല. ബേച്ചാന് കവിതകളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, ചൊല്ലി ഞാൻ കേട്ടിട്ടുമുണ്ട്, പഴയ പാട്ടുകളുമൊക്കെ. അപ്പം കാലൻ ഇങ്ങോട്ട് വരാത്ത കൊണ്ട് ഇവിടെ നിന്നൊന്നും ചാകുന്നില്ല, അത് പ്രശ്നമാണ്. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പൻ അവർക്കുണ്ട്. കഞ്ഞിക്കും വകയില്ല, കഞ്ഞിക്ക് വകയില്ല. വീടുകൾ ഓരോയിടത്ത് കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോരാ. 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ട് അങ്ങ് എത്രമാത്രം 2 തെറ്റ് വിളമ്പുമ്പം എത്തുമല്ല എന്ന് പറഞ്ഞാൽ ചാകാതിരിക്കുന്നതെല്ലാം കഞ്ഞി വിളമ്പുമ്പം വരും, പ്രാർത്ഥനയ്ക്ക് വരികയില്ല. നിങ്ങൾ ചിലർ ശ്രദ്ധിച്ച യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ വരികയില്ല. അസമയം വേറൊരു ഫംഗ്ഷൻ വെച്ചാൽ എല്ലാവരും വരും. അന്നേരം പ്രായം വിഷയമല്ല, ഭാഷ വിഷയമല്ല. അച്ഛൻ അങ്ങ് തെളിച്ച് പറഞ്ഞല്ലോ, വളരെ അഭിനന്ദിക്കുന്നു. ഞാൻ എങ്ങനെ നാളെ യോഗം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ പല പ്രോബ്ലമാണ്. എനിക്ക് പിന്നെ എന്തുവാ കൊണ്ടുവരാൻ ആരും ഇല്ല. പുള്ളി പറഞ്ഞായിരുന്നില്ല, പിള്ളേർ കൂടെ കിടക്കുന്നു, കഥവ് ഊറ്റിയിട്ടിരിക്കുക, എഴുന്നേക്കാൻ ഒഴികഴിവേ. അതേസമയം ഇങ്ങനെയുള്ള വേറെ ചില വിഷയം പറഞ്ഞ ഒരു വിഷയവും ഇല്ലല്ലോ. കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ടേ. ദൈവത്തിന് മഹത്വം. അപ്പോൾ കഞ്ഞി വിളമ്പുമ്പോൾ എല്ലാവരും വരും. പ്രശ്നമാണ്, മരിച്ചില്ലേ പ്രശ്നമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മരിക്കുന്ന നല്ലതാണ്. ഞാൻ മരണവീടുകളിലൊക്കെ പറയും, ഈ മരിക്കുന്നത് നല്ലതാകാനുള്ളതിൻ്റെ ഒരു കാരണം, ഈ മരണവീട്ടിൽ ആ ഉടക്കമുള്ളവരെല്ലാം കൂടെ ഒന്നിക്കുന്നത്.
കല്യാണ വീട്ടിൽ അങ്ങനെ അത്ര ഒന്നിച്ചിരിക്കുകയില്ല. നിങ്ങൾ മരണസമയത്ത് അപ്പച്ചൻ മരിച്ച് കിടക്കുക, അല്ലെ അമ്മച്ചി മരിച്ച് കിടക്കുക, ചേട്ടനും അനിയനും ചേട്ടത്തി അനിയത്തി നാത്തൂനും അല്ലെ കൊച്ചമ്മ എല്ലാം ഉടക്ക് കേസാണ്. എന്നാലും മരണസമയത്ത് എല്ലാവരും അടുത്തടുത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല എന്നല്ല, നിങ്ങൾ ഇരുന്നിട്ടുണ്ടല്ലോ. ചേട്ടന് കൊടുക്കേണ്ട കൊടുത്തിട്ടില്ല, അനിയന് കൊടുക്കേണ്ടത് വക്കരിച്ചെടുത്തു, പെങ്ങൾക്ക് കൊടുക്കേണ്ട കൊടുത്തില്ല, കള്ളയാധാരം ഉണ്ടാക്കി. അപ്പം ചാകാറായപ്പോൾ കള്ളയൊപ്പ് തള്ളവരിൽ പിടിച്ച് അമുക്കി, കള്ളയൊപ്പ് ആധാരം മോട്ടി കൈക്കലാക്കാൻ വേണ്ടി അപ്പനെ അമ്മയും കൊണ്ട് വീട്ടിൽ കുറച്ച് നാൾ താമസിപ്പിച്ചു. അപ്പച്ചന് ഹോട്ട്സ് വേണോ, അപ്പച്ചന് നട്ട്സ് വേണോ, അമ്മച്ചിക്ക് ബൂസ്റ്റ് ഇട്ട് തരട്ടെ, തള്ളയോർത്ത് എന്നും ബൂസ്റ്റ് ഇട്ട് കലക്കുവന്ന് ആധാരം എഴുതി കൊടുപ്പം നല്ല കലക്ക് ഇറക്കിയും വിട്ടു. അല്ല, അങ്ങനെയൊക്കെ സൂത്രത്തിൽ ചതിച്ചു വഞ്ചിച്ചു മേടിച്ച് ഒത്തിരി പേര് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. എനിക്ക് ചിലരെ അറിയാം, പേരൊന്നും പറയുന്നില്ല. സ്വന്തം സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. സഭയുടെ മെയിൻ ആൾക്കാരാ. ഞായറാഴ്ച ആകുമ്പോൾ പ്രബോധനമൊക്കെ ഒന്ന് കാണണം. 3 ബൈബിളുമായിട്ടാണ് വരുന്നത്, NIV KJV. മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. സഹോദരങ്ങളോട് മിണ്ടാത്തവരുണ്ട്, അപ്പനെയും അമ്മയെ അന്വേഷിക്കാത്തവരുണ്ട്, ഉണ്ട്. ചേട്ടനോടും ചേട്ടത്തിയോടും അനിയനോടും അനിയത്തോടും മിണ്ടാത്തവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരാ കൂടുതലും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ മരണസമയത്ത് എല്ലാവരും, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അടുത്തടുത്തായിരിക്കുന്നത്. അതാ ഇരിപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം ഗബ്രിയേലും മീകായേലും അദ്രിയേലും ഊറിയേലും എല്ലാം വന്ന വെള്ളസാരിയൊക്കെ കൊടുത്തേ സ്കാഫൊക്കെ ഇട്ടും ഇടയ്ക്ക് കുപ്പിയും വെള്ളവും അങ്ങോട്ട് പിണക്ക വന്നാലും കുപ്പിയും വെള്ളവും കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് മരണ വീട്ടിലേ ഒക്കുള്ളൂ. അപ്പം മരിക്കുന്നത് നല്ലതാ. ഇനി നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചേ. അബ്രഹാം മരിച്ചു, ഇസഹാക്കും ഇശ്മായേലും കൂടെ ചേർന്ന് അപ്പനെ അടക്കി. 2 ഉടക്ക, പക്ഷെ മരിച്ചപ്പോൾ ഒന്നിച്ചു. മരണം നല്ലതാ. ഇശ്മായേലും ഇസഹാക്കും ഒരുത്തൻ എന്നെ കാട്ടുകെടുത്ത യാതൊരു ബോധമുള്ളവനല്ല, എന്നാലും അപ്പം മരിച്ചപ്പോൾ 2 കൂടെ ഒന്നിച്ചു. ഇസഹാക്ക് മരിച്ചു, യാക്കോബും ഏശാവും കൂടെ ചേർന്ന് അപ്പനെ അടക്കി. അങ്ങനെ ഉണ്ട്. ഒരുത്തനെ കൊല്ലാൻ ഒരുത്തൻ കൊടുവാളുമായിട്ട് നിന്നതാ എത്ര കൊല്ലം. പക്ഷെ അപ്പൻ മരിച്ചപ്പോൾ 2 കൂടെ മരണ വീട്ടിലേ ഇത് ഒക്കൂ. യാക്കോബ് മരിച്ചപ്പോൾ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അപ്പനെ അടക്കാൻ പോയത്. ഒരുത്തനെ ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് പൊട്ടങ്കണറ്റി ഇട്ട് ഉടുതുണിയും കൂടെ പറിച്ചെടുത്തതാ. നിങ്ങൾ അറിയാമല്ലോ. 20 വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്തു. ദ്വേഷിച്ചു, അധികം പകച്ചു. പക്ഷേ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കളെല്ലാം കൂടെ എന്തോ ഒരു ആർഭാടമായിട്ട് അപ്പനെ അടക്കിയത്. പിന്നെ ഭയങ്കര അടക്കവാ. അങ്ങനെയുള്ളവരുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല, മരിച്ചു കഴിയുമ്പം ഭയങ്കര. പിന്നെ ഇവിടുത്തെ രീതി എനിക്കറിയത്തില്ല, പറയുകയും വേണ്ട, യോഗം കഴിഞ്ഞു എന്നോട് പറയണ്ട. നാട്ടിലെ രീതി അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയില്ല, അന്വേഷിക്കത്തില്ല. മരിച്ചു കഴിയുമ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഫോട്ടോ ഉള്ള ഭിത്തിയിലും മതിലേലും ടൈവൊക്കെ കെട്ടി. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തോ ഒരു ആർഭാടമാ. കയറുന്നതിൻ്റെ അവിടെ വലിയ പൂവ്, പിന്നെ ചുറ്റോട് ചുറ്റും പൂവ്. ഒരിക്കലൊരു ഡെഡ് ബോഡി കാണാൻ ചെന്നപ്പോൾ ഞാൻ കാലിൻ്റെ എവിടാ ചെന്നത്, തലയാണെന്ന് പറഞ്ഞ്. പൂ കാരണം തല എവിടാ കാലെവിടാന്ന് നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ല. അപ്പോൾ കൂടെയുള്ളവരെ പറഞ്ഞ് അച്ഛാ അവിടെ അല്ല ഇവിടെ തലയെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു കടന്ന് വന്ന ആ തല കണ്ടത് മുഴുവൻ പൂവാ. എടാ, ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും പൂ കൊടുക്കണ്ട, ഒരു പൂ കൊടുത്താൽ പോരെ? ബോധമുള്ളപ്പോഴേ, സുബോധമുള്ളപ്പോൾ ഒരു പൂ കൊണ്ട് കൊടുത്താൽ മതി. അപ്പനത് മണപ്പിക്കും. അത് മകൻ തന്നതാ മകള് തന്നതാ എന്ന് മനസ്സിലാകും. ചത്ത് കിടക്കുമ്പോൾ കടയിൽ കിടക്കുന്ന പൂവെല്ലാം കൂടെ മേടിച്ച് ആർഭാടം കാണിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചോ, ഞാൻ എതിർക്കുന്നുമില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുത്താൽ കുളിച്ച് തോർത്തുക അമ്മയാനെ മാറുമറയ്ക്കോ ഉപയോഗിക്കുകയല്ലേ? മരിച്ചു കഴിയുമ്പോൾ ഉള്ള വിലയേറിയ വസ്ത്രമെല്ലാം കൊണ്ട് കൂടെ കൊണ്ട് അത് എടുക്കാൻ തന്നെ ഒരാൾ ചൊല്ലി പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ അല്ലെ അമ്മച്ചിയുടെ മുകളിൽ ഞാൻ തരുന്ന വസ്ത്രം വേണം. ലാസ്റ്റ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് പോലും കൊണ്ട് കൊടുത്തതല്ല. എല്ലാവരുടെയും കാര്യമല്ല. ചിലരുടെ മുഖത്തിനൊരു മ്ലാനത വരുന്നു, നാളെ വരികയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ശരിക്ക് കേട്ടങ്ങ് പോവും. ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യണം. ഞാനധികം ആ ഭാഗം വിവരിക്കുന്നില്ല. ഒരു കാര്യം പറയാം, മരണം നല്ലതാ.
മരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കർത്താവിനെ രക്ഷകരായി സ്വീകരിക്കണം. ഇന്ന് രാത്രി ആ രക്ഷകൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതാ യേശു ക്രിസ്തുവിൻ്റെ ആ വെളിപ്പാട്. രക്ഷകൻ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു മാത്രം. ഇവിടെ ദാവീദ് പറയുക, സകല ഭൂവാസികളും പോയ വഴിയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു. വായിച്ചു വെച്ചാ പോകുന്നു. അതെല്ലാം മറച്ചോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലല്ലേ നമ്മൾ വായിച്ചത്? ദാവീദിന് മരണകാലം അടുത്ത് വന്നപ്പോൾ അവൻ തന്നെ സകല ഭൂവാസികളുടെ വഴിയായിട്ട് ഞാൻ കടന്നു പോകുന്നു. അടുത്തത്, നീ ധൈര്യം മൂണ്ട് പുരുഷനായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കടന്നു പോകാൻ പോവുക. മരിക്കുന്നതിനെ പറ്റി ഒരു മനസ്സിലായി. ഞാനിങ്ങനെ പറയും, ഭക്തന്മാർക്കെല്ലാം മരണത്തിന്റെ മണമടിക്കും. ഡേറ്റും ടൈമും ഒന്ന് എല്ലാവർക്കും ചിലപ്പോൾ കൃത്യം പറയാൻ ഒത്തൊന്നും വരികയില്ല, എങ്കിലും ഒരു മണമടിക്കും. ആ മണമടിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കോണം. സ്തോത്രം, ക്രമപ്പെടുത്തണം. ഇപ്പോൾ സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ പറയാൻ, ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഞാൻ സന്ദർഭം വന്നുകൊണ്ട് പറയാം, ഈ കർത്തൃദാസൻ്റെ ഞാൻ ഓർപ്പിച്ചല്ലോ, അമ്മച്ചിയുടെ ഉപ്പാപ്പനാന്നല്ലോ വണ്ടംവേടി യാക്കോച്ചായൻ. ആ കർത്തൃദാസൻ മരിക്കുന്നതിന് മുന്നേ രാവിലെ പിള്ളേരോട് പറഞ്ഞു, ഇന്ന് ഞാൻ പോകുമെന്ന്. ഇന്ന് ഞാൻ പോകും. കുളിച്ച് വസ്ത്രമൊക്കെ മാറി പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് പിള്ളേരെയൊക്കെ വിളിച്ച് പാട്ടുമൊക്കെ പാടി കട്ടിലോട്ട് കയറി കിടന്ന് ജീവൻ പോവുകയായിരുന്നു. നല്ല മരണം. സ്തോത്രം. അത് കേൾക്കുമ്പോഴെങ്കിലും ഒരു സ്തോത്രം പറയുമെന്നാണ് ഞാൻ കരുതിയത്. കൊച്ചുഞ്ഞുപദേശം മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. സന്ദർഭം ഒന്നുകൂടെ പറയും. മരണാസന്നനായിട്ട് ഇങ്ങനെ കിടക്കുക, സന്തത സഹചാരിയായൊരു ചാണ്ടിക്കുഞ്ഞുണ്ടായിരുന്നെന്നാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാണ്ടിക്കുഞ്ഞിനോട് പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞ് ദൂതന്മാരൊക്കെ അവിടെ നിന്ന് വരുന്നു എന്നെ കൊണ്ടുപോകാനെന്ന്. അടുത്തുനിന്ന് പുള്ളിയോട് പറഞ്ഞെന്ന്, ദൂതന്മാർ വരുന്നെന്ന് മേളിൽ നിന്ന്. പുള്ളി അവിടെല്ലാം നോക്കിയിട്ട് ദൂതനെയൊന്നും കണ്ടില്ല. പുള്ളി ഇത് കണ്ട് കിടക്കുക. അല്പം കഴിഞ്ഞപ്പോൾ കട്ടിലിൽ ഇങ്ങനെ കിടന്ന് കൊച്ചുകുഞ്ഞുദേശി ഇങ്ങനെ സൈഡിലോട്ട് ചരിഞ്ഞപ്പം ചാണ്ടിക്കുഞ്ഞ് പറഞ്ഞ്, അച്ചായ ആ താഴെ വീഴും. ഇല്ലില്ല, എനിക്ക് തിരിയാൻ മേല, ഇവിടെ കട്ടിലിൻ്റെ ഇടുകയിലെല്ലാം ദൂതന്മാരിരിക്കുന്നെന്ന്. തിയോളജിയന്മാർ കയറി വെട്ടും, അത് നീ വെട്ടിക്കോ, ഞാൻ ആ സംഭവം അങ്ങ് പറയാം. ഈ ഇടുകയിലെല്ലാം ദൂതന്മാരിരിക്കുന്നത് എന്നെ കൊണ്ടുപോകാൻ. കുറച്ച് കഴിഞ്ഞ് പുള്ളി നേരെ നിവർന്ന് കിടന്നു വെച്ച് പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞ് ദൂതന്മാർ എഴുന്നേറ്റ് ഞാൻ പോകാൻ പോവാന്ന്. അപ്പം പറഞ്ഞു, നിങ്ങളതിൽ പാട്ട് പാടാൻ പറഞ്ഞെന്നാ, പാട്ട് പാടാൻ. അപ്പം കൂടെ നിന്ന തൻ്റെ സന്തത സഹചാരികളെല്ലാം കൂടെ പാട്ട് പാടി, എന്നെ എതിരേൽപ്പാൻ ദൈവദൂതർ വരുന്നെന്ന്. എന്നെ ഏൽപ്പാനായി അത് സങ്കടത്തോടൊന്നും അല്ല പാടണ്ടേ. അങ്ങ് മുഖമെല്ലാം അല്ലാതാക്കി. ഇവിടെ ദൈവദൂതന്മാർ വരുന്നത് സങ്കടത്തോടാണ് പാടുന്നത്. ഞാൻ നിങ്ങളുടെ മുഖം ശ്രദ്ധിച്ചു, എന്നെ അങ്ങനെയാണോ പാടുന്നത്? അല്ല, സന്തോഷത്തോടല്ലേ പാടണ്ടേ? നമ്മളെ എതിരേക്കാൻ ദൈവദൂതന്മാർ വരുന്നെന്ന്. അല്ല, കൊച്ചുകുഞ്ഞുദേശി അങ്ങനെ പാടിയ, അദ്ദേഹത്തിന് വേണ്ടി പാടിയേ. അപ്പോൾ ഇവർ ഈ പാട്ട് പാടി